ഹലോ ഗായ്സ്, അങ്ങനെ ആദില പുറത്തേക്ക് പോയിരിക്കുകയാണ്. ടോപ്പ് 7-ൽ നിന്ന് ഒരാളും കൂടി എവിക്റ്റായി. നമ്മുടെ ആദിലയാണ് അത്. നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തിരിക്കുന്ന കാര്യമായിരുന്നു ആദില പുറത്തേക്ക് പോകുമെന്ന്. അതിപ്പം യൂട്യൂബ് പോളിൻ്റെ ഒന്നും അടിസ്ഥാനത്തിലല്ല, നമുക്കൊരു ഏകദേശ കണക്കൂട്ടലുണ്ടല്ലോ. കാരണം ആദിലയും നൂറയും കൂടി നിൽക്കുമ്പം രണ്ടുപേർക്ക് യഥാർത്ഥത്തിൽ പറഞ്ഞാൽ ഒരാൾ പുറത്ത് പോകണം നല്ലതാണ്. പുറത്ത് പോകുമ്പോൾ അവർക്ക് രണ്ടുപേർ കൂടിയുള്ള വോട്ട് കിട്ടും. അപ്പോൾ അതൊന്നുമല്ല പറയാൻ വന്നത്. നമ്മുടെ അനീഷേട്ടൻ ആ ബോംബ്, അനീഷേട്ടൻ്റെ ബോംബ് പൊട്ടിയില്ല ഗൈസ്. അനീഷേട്ടനെ ആദ്യ പ്ലെയർ വെച്ചിട്ട് പിടിച്ചു. അപ്പം റെഡ് ഇതെങ്ങനെ ഞാൻ ഇത്ര ബോംബ് വെച്ചിട്ടുണ്ട്, 7 ബോംബുണ്ട്. അത് ആ ഒരു പ്ലെയർ വെച്ചിട്ട് അതിൻ്റെ വയറ് കട്ട് ചെയ്യണം. കട്ട് ചെയ്യുമ്പോൾ ചുമന്ന പുകയാണോ പച്ച പുകയാണോ നോക്കണം. പച്ച പുകയാണെങ്കിൽ ഇന്നാണ്, ചുമന്ന പുകയാണെങ്കിൽ ഔട്ടാണ് കേട്ടോ. അപ്പോൾ എന്തായാലും അനീഷേട്ടൻ കട്ട് ചെയ്ത് ആദ്യം കട്ട് ചെയ്തത് നമ്മുടെ ഷാനവാസിക്കായും അതുപോലെ തന്നെ പിന്നെ ആരാണ് ഷാനവാസിക്കായും നിവിനുമായിരുന്നു. അപ്പോൾ രണ്ടുപേരും നല്ല പച്ച കളറാണ് വന്നത്. അപ്പോൾ രണ്ടുപേരും സേവായി. അതിനുശേഷം അനിമോളും അനീഷേട്ടനുമായിരുന്നു. അനിമോളെയും അനീഷേട്ടനെയും കട്ട് ചെയ്തപ്പോൾ അനീഷേട്ടൻ്റെ ബോംബ് പൊട്ടിയില്ല. അനിമോളുടെ ബോംബ് പൊട്ടി പച്ച വന്നു. അതിനുശേഷം അത് സേവായി. അതിനുശേഷം അനീഷേട്ടനെ പൊട്ടാത്തത് കൊണ്ട് പിന്നെ ബിഗ് ബോസ് പറഞ്ഞു മാറി നിൽക്കാൻ പറഞ്ഞു എല്ലാവരും. അതിനുശേഷം പിന്നെ ബാക്കിയുള്ള 3 പേരുടെയും കൂടി അവരെ പൊട്ടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് അവരുടെയൊക്കെ പൊട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ പറഞ്ഞു അങ്ങനെ പിന്നെ അനിമോളുടെ പൊട്ടിക്കഴിഞ്ഞ് പിന്നെ അവരെല്ലാവരും വന്ന് ചെക്ക് എന്ന് പറഞ്ഞാൽ പിള്ളേർ നിവനും അക്ബറും ഒക്കെ ചെക്ക് ചെയ്തിട്ടും പൊട്ടുന്നില്ല. പാവം അനീഷേട്ടൻ നിൽക്കുന്ന നിപ്പ് കൊണ്ടില്ല, എന്താ സംഭവം എന്നറിയത്തില്ല. ആ മനുഷ്യനെ സത്യം പറഞ്ഞാൽ അങ്ങനെ ഉരുക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് അതിനകത്ത് ഒന്നും നിറച്ചില്ലെന്ന് എനിക്ക് തോന്നുന്നത്. ചുവപ്പും പച്ചയും ഒന്നും നിറച്ച് കാണത്തില്ല. എന്തായാലും ആ മനുഷ്യൻ ഭയങ്കരമായിട്ട് വിഷമിച്ച് അവിടെ നിൽപ്പുണ്ടായിരുന്നു. എന്താണ് സംഭവം എന്നറിയത്തില്ല. ബിഗ് ബോസ് എൻ്റെ ബോംബ് പൊട്ടിയില്ല, അത് പറയാൻ പോലും ആരോഗ്യമില്ല. ടെൻഷൻ ഇട്ടതാണെങ്കിൽ പണ്ടത്തെ സ്വഭാവമായിരുന്നെങ്കിൽ ബിഗ് ബോസ് എൻ്റെ ബോംബ് പൊട്ടിയില്ല പത്രാശം പറഞ്ഞതിനെ. പക്ഷേ ഇതൊന്നും പറയാതെ ഭയങ്കര ടെൻഷൻ അടിച്ച് എന്താണ് സംഭവം. വന്നവരൊക്കെ പറഞ്ഞു ടോപ്പിലുണ്ടെന്ന് പറഞ്ഞു. ചിലവരൊക്കെ കളിയാക്കുവാൻ, അപ്പം വിചാരിച്ചാണ് കളിയാക്കിയതായിരിക്കും ഇവർ. അതൊന്നും ചിന്തിക്കാനുള്ള നേരമില്ല. ഭയങ്കര ടെൻഷനായിരുന്നു. എൻ്റെ ബോംബ് പൊട്ടുന്നില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ഒരു പ്രാവശ്യം പറഞ്ഞു. അപ്പോൾ ആരൊക്കെ വിളിച്ചു പറഞ്ഞു ബിഗ് ബോസ് പിന്നെ അനീഷിൻ്റെ ബോംബ് പൊട്ടുന്നില്ലെന്ന്. എന്തായാലും അനീഷ് ആ ബോംബിലോട്ട് തന്നെ നോക്കിക്കൊണ്ട് നിൽപ്പുണ്ടായിരുന്നു. അതിനുശേഷം 3 പേരും കൂടി ഒരുമിച്ച് ബോംബ് പൊട്ടിക്കാൻ പറഞ്ഞു. ബാക്കിയുള്ള 3 പേര് അക്ബർ, ആദില, അതുപോലെ തന്നെ നോറ. അപ്പം 3 പേരും കൂടി ബോംബ് പൊട്ടിക്കാനായിട്ട് കട്ട് ചെയ്ത് പ്ലെയർ കട്ട് ചെയ്യുന്ന കാര്യം ഇച്ചിരി പാടാണ് കേട്ടോ, കുറച്ച് പാടാണ്. എന്തായാലും കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് നൂറയ്ക്കാണ് ചുമപ്പ് കളർ വന്നത്. ബാക്കിയുള്ള 2 പേർക്കും നൂറയ്ക്കല്ല ആദിലയ്ക്ക്. അപ്പോൾ ആദിലയ്ക്ക് റെഡ് കളർ വന്നു. ബാക്കിയുള്ള 2 പേർക്ക് നൂറയ്ക്കും അക്ബറിനും പച്ച കളറാണ് വന്നത്. അപ്പോൾ പച്ച കളർ വന്നൊരു സേവായി. അപ്പോൾ നമ്മുടെ ആദിലയാണ് പുറത്തേക്ക് പോയത്. അപ്പോഴും ഇല്ല, പാവ അനീഷേട്ടൻ അവിടെ നിൽക്കുക, പുള്ളിയുടെ ബോംബ് പൊട്ടിയില്ല. സത്യം പറഞ്ഞു ഇവന്മാർ ഈ ബിഗ് ബോസിലെ ക്രിയേറ്റേഴ്സ് അവർ ചെയ്യുന്നവർ ഇപ്പോൾ സൈക്കോളാന്ന് തോന്നുന്നു. ആ പാവപ്പെട്ട ഒന്നീകരകൾ ഭയങ്കരമായിട്ട് ഫുള്ള് ടെൻഷനാണ്. കാരണം ഒരു പുറത്ത് പോവോ എന്താണ് സംഭവം എന്ന് അറിയത്തില്ലല്ലോ, സാധാരണക്കാരനല്ലേ. അപ്പോൾ എന്തായാലും പിന്നെ ബിഗ് ബോസ് തന്നെ പറഞ്ഞു അനീഷ് സാങ്കേതിക തടസ്സമാണെന്ന് പറഞ്ഞു. സാങ്കേതിക തടസ്സം കൊണ്ടാണ് ബോംബ് പൊട്ടാഞ്ഞതെന്ന് പറഞ്ഞു. എന്തായാലും സമാധാനമായി, അനീഷിന് സന്തോഷമായി. എന്തായാലും അത് ഒരിത്തിരി നിമിഷത്തെ ടെൻഷനായിരുന്നു. എനിക്കത് മനസ്സിലായി. കട്ട് ചെയ്തപ്പോഴേ സാങ്കേതിക തടസ്സം എന്ന് പറഞ്ഞാൽ ഇവന്മാർ അതിനകത്ത് നിറച്ചിട്ടുണ്ടാവില്ല. അത് തന്നെ കാര്യം, പാവപ്പെട്ടവനെ വിഷമിപ്പിക്കാൻ വേണ്ടി നമ്മളെയൊക്കെ അദ്ദേഹത്തിൻ്റെ ഫാൻസിനെ ഒന്ന് ടെൻഷനാക്കാൻ വേണ്ടിയിട്ട് ചെയ്തതായിരിക്കും. ഓക്കെ ഗായ്സ്.